കേരളം ഒരു വലിയ നെടുവീർപ്പിടുകയാണ്. കാരണം അത്രമാത്രം ക്രൂരമായ മനസ്സുള്ള ഒരു കുറ്റവാളിയാണ് ജയിൽ ചാടി ഇറങ്ങിയത്. അയാൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ, ആശങ്കകൾ ഒക്കെ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. ഏതായാലും ഇനി അതിനൊന്നും അടിസ്ഥാനമില്ല. നമ്മുടെ പോലീസ് സേന തന്നെ അത് പൊളിച്ചെടുത്തിരിക്കുന്നു. അവർ മികവോടെ തന്നെ ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. ആ മികവ് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ തന്നെ, ആ പ്രൊഫഷണലിസം അടയാളപ്പെടുത്തുമ്പോൾ തന്നെ മറുഭാഗത്ത് ജയിലിൽ സംഭവിച്ച വീഴ്ച എന്താണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ അതിനുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 ജയിൽ ജീവനക്കാർക്ക് സസ്പെൻഷനും ഈ സമയത്തിനകം അടിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എം സന്തോഷ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, എന്താണ് അടുത്ത നീക്കം? കോടതിയിൽ എത്തിച്ചോ അതോ സ്റ്റേഷനിലേക്കാണോ വന്നിരിക്കുന്നത്? എന്താണ്? മനു, ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്കാണ് ഗോവിന്ദച്ചാമിയെ എത്തിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് ഈ ജയിൽ ചാട്ടത്തിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ സുരക്ഷ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഗോവിന്ദച്ചാമിയെ ജില്ലാ ആശുപത്രിയിൽ മെഡിക്കലിന് എത്തിച്ചപ്പോൾ അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഗോവിന്ദച്ചാമിക്കെതിരെയുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് പുറത്തും വലിയ പോലീസ് സന്നാഹം തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനകത്തേക്ക്, ടൗൺ സ്റ്റേഷനകത്താണ് ഇപ്പോൾ ഈ പ്രതി ഗോവിന്ദച്ചാമി ഉള്ളത്. നേരത്തെ പോലീസ് ട്രെയിനിങ് സെൻ്ററിലേക്കായിരുന്നു ആദ്യം, അതായത് തളാപ്പിലെ ഈ കിണറിൽ നിന്നും പിടികൂടിയതിന് തൊട്ട് പിന്നാലെ കണ്ണൂർ പോലീസ് ട്രെയിനിങ് സെൻ്ററിലേക്കായിരുന്നു ഗോവിന്ദച്ചാമിയെ കൊണ്ടുവന്നത്. പോലീസ് ട്രെയിനിങ് സെൻ്ററിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിൻ്റെയും അതോടൊപ്പം തന്നെ ACP പ്രദീപൻ കണ്ണിപ്പോയിലിൻ്റെയും ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയുടെയും നേതൃത്വത്തിൽ പ്രതിയെ ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തതിന് ശേഷമാണ് പോലീസ് വാഹനത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തി മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇനി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജയിൽ ചാടിയ കൊടും കുറ്റവാളിയെ പിടിയിലാകാൻ, ഈ വീണ്ടും ജയിലിനകത്തേക്ക് എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പോലീസിന് വിവരം സ്വീകരിച്ച സമീപനം. കാരണം സന്തോഷിലൂടെയാണ്, കൈരളി ന്യൂസിലൂടെയാണ് ഈ വാർത്ത ആദ്യ മിനിറ്റിൽ പുറത്തേക്ക് വരുന്നത്. 7:24 പുലർച്ചെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ബിഗ് ബ്രേക്കിംഗ് വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. സന്തോഷ്, അതിനുശേഷമുള്ള ഓരോ മിനിറ്റിലും പോലീസിന്റെ പുറകിൽ സന്തോഷമുണ്ടായിരുന്നു, നമ്മുടെ ക്യാമറയും നമ്മുടെ മൈക്കുമായിട്ട്. ആ കാഴ്ചയിൽ കണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് സന്തോഷ്? അന്വേഷണം ഇയാളിലേക്ക് എത്തിയ വഴികൾ വളരെ വേഗത്തിൽ. മനു, ഈ വളരെ കൃത്യമായും ഈ 7:23 കൈരളി ന്യൂസ് ഈ വാർത്ത പുറം ലോകത്തെ അറിയുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നത്. അതിനേതാണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പ് ആ വാർത്ത എനിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരണം എത്തി. ഔദ്യോഗിക സ്ഥിരീകരണം, കൃത്യമായ വിവരം ലഭിച്ചതിന് ശേഷം മാത്രമാണ് ആ വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്, ലോകത്തെ അറിയിക്കുന്നത്. നേരത്തെ നമ്മൾ ഒരുപാട് ആളുകളുടെ പ്രതികരണം പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിരുന്നു. അവരും ആ സമയത്ത് പറഞ്ഞത് കൈരളി ന്യൂസിലൂടെയാണ് ഈ കാര്യം ആദ്യം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതിരാവിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രതിയെ കണ്ടാൽ തിരിച്ചറിയാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പോലീസ് ആ ഘട്ടത്തിൽ തന്നെ വിവരം കിട്ടിയ ഉടൻ തന്നെ അതിൻ്റെ സമയവഴികളിലൂടെ വേഗത്തിൽ ഞാനൊന്ന് പോയി വരാം. പോലീസ് ഉടൻ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം കൈമാറി. വൈകാതെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. അയൽ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പോലീസിന് വിവരം നൽകി. മാത്രമല്ല, വാഹന പരിശോധന ആരംഭിച്ചു. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പരിശോധന ആരംഭിച്ചു. രാവിലെ തന്നെ കടയുടമകളെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് CCTV ദൃശ്യങ്ങൾ, ജയിലിന് പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. പോലീസ് ഡോഗ് സ്ക്വാഡ് എത്തി അവിടെ പരിശോധന നടത്തി. അതിനുശേഷമാണ് പിന്നീട് മറ്റൊരു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പുറത്തു വരുന്നത് ആ CCTV ദൃശ്യങ്ങളാണ്.